ഹലോ എവരിവൺ. നമ്മൾ ഇന്ന് ശക്തമായിട്ട് ഓറയുള്ളവരുടെ ലക്ഷണങ്ങളാണ് നോക്കാൻ പോകുന്നത്. എന്താണ് ഈ ഓറ എന്ന് പറയുന്നത്? നമ്മുടെ ഉള്ളിലെ എനർജിയെ തന്നെയാണ് ഓറ എന്ന് പറയുന്നത്. ചില ആളുകളെ നമ്മൾ കണ്ടിട്ടില്ലേ, അവർ എന്തിനു പോയാലും അവരുടെ കാര്യങ്ങളൊക്കെ സക്സസ് ആയിരിക്കും. അവരെപ്പോഴും ഭയങ്കര പോസിറ്റീവ് ആയിരിക്കും. എന്ത് കാര്യത്തിന് ഇറങ്ങിയാലും 90% കാര്യങ്ങളും സക്സസ് ആവും. ഒരു ബ്ലോക്കും ഉണ്ടാവത്തില്ല. ഇതിനെയാണ് നമ്മൾ ശക്തമായിട്ട് ഓറയുള്ളവരെ എന്ന് പറയുന്നത്. എന്നാൽ മറ്റു ചിലരാവട്ടെ, അവർക്ക് കഴിവുണ്ടാവും, എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. എന്നാലും അവർ എന്ത് കാര്യത്തിന് ഇറങ്ങുമ്പോഴും തടസ്സം, എല്ലാത്തിനും ഒരു ബ്ലോക്ക്. ഇത് ഓറ കുറഞ്ഞവരുടെ ലക്ഷണമാണ്. നമ്പർ 1 എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. എന്ത് കാര്യത്തിനും തടസ്സമില്ലാതെ എല്ലാ കാര്യങ്ങളും സാധിച്ചു കിട്ടുക. നമ്പർ 2 എന്ന് പറയുന്നത് ഇമ്മ്യൂണിറ്റിയാണ്. ഓറ കൂടിയവരുടെ ഒരു ലക്ഷണം ഇമ്മ്യൂണിറ്റി കൂടിയതായിരിക്കും. അത് ഫിസിക്കലി ആവാം, മെന്റലി ആവാം. എല്ലാം ഓറ കൂടിയവർക്ക് ഇമ്മ്യൂണിറ്റി ഭയങ്കര കൂടുതലായിരിക്കും. ശാരീരികമായിട്ട് അസുഖങ്ങളൊന്നും അവരെ അങ്ങനെ പെട്ടെന്ന് പിടിപെടത്തില്ല. ഇനി പിടിപെട്ടാലും പെട്ടെന്ന് അത് മാറിപ്പോവുകയും ചെയ്യും. നോർമലി കണ്ടുവരുന്ന ജലദോഷം അങ്ങനെയുള്ള അസുഖങ്ങളൊന്നും അവരെ പെട്ടെന്ന് പിടിപെടത്തില്ല. മെന്റലി ആണെങ്കിലും ചെറിയ ചെറിയ നിസ്സാരമായിട്ടുള്ള കാര്യത്തിനൊന്നും ഓറ കൂടിയവർ ഒരിക്കലും തളർന്നു പോകത്തില്ല. എന്നാൽ ഓറ കുറഞ്ഞവരാകട്ടെ പെട്ടെന്ന് അസുഖം പിടിപെടും. മെന്റലി അവർ ഭയങ്കര വീക്കായിരിക്കും. ചെറിയ ചെറിയ കാര്യത്തിന് സങ്കടപ്പെടും. അങ്ങനെയുള്ളതായിരിക്കും ഓറ കുറഞ്ഞവരുടെ ലക്ഷണം. മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത്, നിങ്ങൾ പലർക്കും അനുഭവം ഉണ്ടാവും. നിങ്ങൾ ഒരു യാത്ര ചെയ്യുമ്പോഴായിരിക്കും പെട്ടെന്ന് കുട്ടികൾ നിങ്ങളെ കാണുമ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് സന്തോഷത്തോടു കൂടി വരും. അതുപോലെ തന്നെ പക്ഷി മൃഗാദികൾ, ഇപ്പൊ പട്ടിയാവാം, പൂച്ചയാവാം, എന്ത് തന്നെ ആയാലും നിങ്ങളെ കാണുമ്പോൾ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് സ്നേഹപ്രകടനം നടത്തുന്നത്, ഇതൊക്കെ ശക്തമായിട്ടുള്ള ഓറയുള്ളവരുടെ ലക്ഷണമാവും. അതുപോലെ നമ്മുടെ വീടുകളിലാവുമ്പോഴും ഈ ഓറ കൂടിയവരുടെ അടുത്തോട്ട് കുട്ടികൾക്ക് എപ്പോഴും അവർ ഇഷ്ടപ്പെടും. എന്നാൽ നേരെ മറിച്ച് ഓറ കുറഞ്ഞവരാണെങ്കിൽ കുട്ടികൾ ഇവരെ കാണുമ്പോൾ തന്നെ, പരിചയമില്ലാത്ത കുട്ടികളാവാം, അടുപ്പമുള്ള കുട്ടികളാവുമ്പോഴും ഇവരോട് വലിയ താല്പര്യമൊന്നും കുട്ടികൾ കാണിക്കത്തില്ല. ഇവരെ കാണുമ്പോൾ തന്നെ ചിലപ്പോൾ പേടിച്ച് കരയാൻ തോന്നുന്നു. അതുപോലെ മൃഗാദികൾ തന്നെയാണെങ്കിലും ഇവരെ കാണുമ്പോൾ തന്നെ മാറിപ്പോവും. ഇവരുടെ അടുത്തേക്ക് വരാൻ ഒരിക്കലും ഇഷ്ടപ്പെടത്തില്ല. ഇതൊക്കെ ഓറ കുറഞ്ഞവരുടെ ലക്ഷണമാണ്. അതുപോലെ അടുത്തതെന്ന് പറയുന്നത്, ഇവർ രാവിലെ ഒരു കടയിൽ കയറി ചെല്ലുമ്പോൾ തന്നെ ആ കടയിൽ അന്നത്തെ ദിവസം ഭയങ്കര കച്ചവടമായിരിക്കും. അത് ചിലപ്പോൾ കടക്കാർ പറയാറുണ്ട്, രാവിലെ തന്നെ ഇന്ന ഒരു വ്യക്തി വരുമ്പോഴത്തേക്കും അന്ന് നല്ല കച്ചവടമായിരുന്നു, അയാൾ വരുന്നത് കടയിലേക്ക് നല്ലതാണ്. അല്ലെങ്കിൽ ഈ വ്യക്തി ഒരു സ്ഥലത്ത് നിൽക്കുകയാണെങ്കിൽ അടുത്തുള്ള ആളുകൾ മൊത്തം ഭയങ്കര പോസിറ്റീവായിരിക്കും. ഇയാളോട് സംസാരിക്കാൻ എല്ലാവർക്കും ഭയങ്കര താല്പര്യമായിരിക്കും. അയാളുടെ ഒരു പ്രസൻസ് എന്ന് പറയുന്നത് തന്നെ നമുക്ക് സന്തോഷം നൽകുന്ന ഒന്നായിരിക്കും. എന്നാൽ ഈ ഓറ കുറഞ്ഞ ആൾക്കാരെ നമുക്ക് കാണുമ്പോൾ തന്നെ ഇഷ്ടപ്പെടത്തില്ല. അവരുടെ സംസാരവും പെരുമാറ്റ രീതികളും ഒന്നും നമുക്ക് ചിലപ്പോൾ പിടിക്കുന്നുണ്ടാവില്ല. ഇവരൊരു കടയിലോട്ട് രാവിലെ തന്നെ കയറി ചെല്ലുമ്പോൾ അന്ന് അവിടെ കച്ചവടം ഭയങ്കര കുറവായിരിക്കും. കടക്കാരനാണെങ്കിൽ ഇവരെ പ്രാഗായിരിക്കും, ഇവൻ ഇന്ന് കയറി വന്ന തീർന്നു, ഇന്നത്തെ കച്ചവടം തീർന്നു, ഇനി ഒന്നും ഇല്ല. അത് എങ്ങനെയായിരിക്കും ഓറ കുറഞ്ഞവരുടെ ലക്ഷണം എന്ന് പറയുന്നത്. അടുത്തതെന്ന് പറയുന്നത്, ഇവരൊരു ആൾക്കൂട്ടത്തിലേക്ക് ചെല്ലുകയാണെങ്കിൽ, ഒരു പരിചയമില്ലാത്ത സ്ഥലത്ത് പോവുകയാണെങ്കിലും ഇവർക്ക് അവിടെ പെട്ടെന്ന് തന്നെ ഒരു അറ്റൻഷൻ കിട്ടും. ആൾക്കാർ ഇവരെ ശ്രദ്ധിക്കാൻ വേണ്ടി ശ്രമിക്കും. ഇവരുടെ അടുത്ത് നിൽക്കുമ്പോൾ തന്നെ മറ്റുള്ള ആൾക്കാർക്കും ഒരു പോസിറ്റീവ് ഇത് കിട്ടും. ഇവരോട് സംസാരിക്കാൻ ഒരു താല്പര്യമുണ്ടാവും. ഇതൊക്കെ ഒരു ശക്തമായിട്ട് ഓറയുള്ളവരുടെ ലക്ഷണമാണ്. മറ്റൊന്ന്, എന്ത് പ്രശ്നം തന്നെ ഉണ്ടായാലും ഇവരെ അത് ബാധിക്കത്തില്ല. ഇവർക്ക് അത്രക്കും ഉൾക്കരുത്തായിരിക്കും ഉണ്ടാവുക. എന്ത് പ്രശ്നം വന്നാലും ഇവരത് പോസിറ്റീവായിട്ട് എടുക്കും. ഇവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഇവർക്ക് ഇഷ്ടപ്പെടാത്തതോ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിച്ചാൽ തന്നെ ഇവരതിനെ ഒന്ന് പോസിറ്റീവായിട്ട് എടുക്കും. എന്ത് ചീത്ത കാര്യങ്ങൾ സംഭവിച്ചാൽ പോലും അത് പോസിറ്റീവായ രീതിയിലേ എടുക്കത്തുള്ളൂ. അവസാനത്തെ കാര്യമെന്ന് പറയുന്നത്, ഈ ശക്തമായ ഓറയുള്ള വ്യക്തിയെ മറ്റൊരു വ്യക്തി വേദനിപ്പിച്ചോ വിഷമിപ്പിക്കുകയോ ചെയ്താൽ, ഇവനൊന്നും തിരിച്ച് ചെയ്തില്ലെങ്കിലും അവന് ചിലപ്പോൾ അതിൻ്റെ കർമ്മ അവൻ അനുഭവിക്കുക തന്നെ ചെയ്യും. ഒരു അപകടത്തിൻ്റെ രൂപത്തിലോ അല്ലെങ്കിൽ ഒരു പോലീസ് കേസിൻ്റെ രൂപത്തിലോ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഇവനെ ഉപദ്രവിച്ചവൻ നേരിടുക തന്നെ ചെയ്യും.
നിങ്ങൾക്കും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്